ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ദുബായിൽ ഡെസേർട്ട് സഫാരിക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കാരണം നമുക്കായിട്ടുള്ള ഒരു വണ്ടി വരാനുണ്ട്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തുക. അപ്പോൾ അവർ നമ്മളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്മളെ വണ്ടി വരണം, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ കയറിയപ്പോൾ അവർ ആദ്യം തന്നെ പറയുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടണം നിർബന്ധമായിട്ടും, അതുപോലെ നല്ലോണം പിടിച്ചിരിക്കണം, കാരണം ഭയങ്കരമായിട്ട് എന്താ പറയുക കുലുങ്ങി ആയിരിക്കും അങ്ങോട്ട് പോവുക. അപ്പോൾ പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മുഖമൊക്കെ ഇടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നല്ല പിടിച്ചിരിക്കാൻ അവർ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ എടുത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ സ്ഥിതി നോക്കിയൊക്കെ അങ്ങ് പോയി നോക്കുമ്പോൾ അപ്പം നമ്മൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു സോങ്ങൊക്കെ അവർ വെച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ആസ്വദിച്ച് പോകാൻ തരത്തിലുള്ള ഒരു സോങ്ങൊക്കെ അവർ വെച്ച് തന്നിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അവർ പറഞ്ഞതുപോലെ ഒന്നല്ല കേട്ടോ, അവർ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഭയാനകമാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും കുലുങ്ങിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നത്. പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ തലയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കുത്തുക, അത്രയും കുലുങ്ങിയാണ് പോകുന്നത് കേട്ടോ. എന്തൊരു കുലുക്കാന്നോ പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലിരിക്കുന്നവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി ചിരി നിർത്താനാവില്ല, അങ്ങനെയാണ് വണ്ടീൻ്റെ പോക്ക് കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ, പക്ഷേ വീഡിയോ ശരിക്കും ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഫോണൊക്കെ നിലത്ത് പോകണ പോലെ തന്നെയാണ് പോകുന്നത്. അജാതി കുലുക്കത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലൂട്ടീനെ പിടിച്ചാൽ കിട്ടണമെന്നില്ല, പക്ഷെ അവൾ പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളവിടെ എത്താൻ വേണ്ടി തന്നെ കാത്തു കേട്ടോ. അത്രയും കുലുങ്ങിയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ അമ്മ, ഇത് വേറെ തന്നെ ഒരു ഫീൽ കേട്ടോ. വേറെ ഫീലല്ല, വേറെ തന്നെ ഒരു അനുഭവമാണ് ഇത്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ യാത്ര. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ട് അവർ നമ്മളവിടെ ഇറക്കിയിട്ട് പോയി. ഇനി നമ്മൾ റിട്ടേൺ എന്താ ഒരു 9 മണിയാകുമ്പോൾ രാത്രി അവർ വരുന്നാണ് പറഞ്ഞത്. അതുവരെ പ്രോഗ്രാമുകളുണ്ട് ഇവിടെ. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് പ്രോഗ്രാംസ്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിയുമ്പോൾ അവർ 9 മണിക്ക് നമ്മളെ റിട്ടേൺ കൊണ്ടുപോകാൻ വേണ്ടി വരും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാം സെറ്റ് അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലൂട്ടിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാഷ്റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി വന്ന് അവിടെയുള്ള മൊത്തമുള്ള ഒരു സ്ഥലം മൊത്തത്തിലൊന്ന് വീഡിയോ എടുക്കാമല്ലോ വെച്ചത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാട്ടോ പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ബെല്ലി ഡാൻസ്, അതുപോലെ ഫയർ ഡാൻസ് ഒക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് നോക്കിയിട്ട് എന്തെല്ലാം വേണ്ടതെന്നൊക്കെ, കാരണം എന്ന് വെച്ചാൽ ഒട്ടകങ്ങളും കുതിരകളും അതുപോലെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ പൈസ വേറെ തന്നെയാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാമിന് നമ്മൾ അവർക്ക് കൊടുത്ത ആ പൈസ തന്നെ മതി. അതിൻ്റെ ഉള്ളിൽ പാക്കേജാണ് മൊത്തത്തിൽ. അതല്ലാതെ ഇവിടെയുള്ള മറ്റേ എന്തിൻ്റെയും പുറത്ത് കയറണമെങ്കിലൊക്കെ, അതുപോലെ കുതിരപ്പുറത്താണെങ്കിലും ഒട്ടകപ്പുറത്താണെങ്കിലും, അതുപോലെ മൂങ്ങയോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വേറെ വണ്ടിയുണ്ട് റൈഡ് നടത്തുന്ന, അതിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തണം. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇതുവരെ കയറിയിട്ടില്ല. കുതിരപ്പുറത്തൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഊട്ടിയിലൊക്കെ പോയപ്പോൾ കയറിയിട്ടുണ്ട്, പക്ഷേ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതിന് മുകളിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറാൻ എന്താ പറയുക, വലിയൊരു മലേൻ്റെ മുകളിൽ കയറുന്ന പോലെ കേട്ടോ കയറുന്നത്, കാരണം എത്തുന്നേ ഇല്ല. അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കുത്തി പിടിച്ച് കയറി. അങ്ങനെ അല്ലുട്ടിനെ അവർ കയറ്റി. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ അവർ പറഞ്ഞു നല്ല മുറുക്ക പിടിച്ചിരുന്നോ, ഫോൺ യൂസ് ചെയ്താൽ ചിലപ്പോൾ താഴെ വീഴുന്നു. അപ്പോൾ ഞാൻ വലിയ വീഡിയോ ഒന്നും എടുക്കാൻ വന്നില്ല, കാരണം എന്താ പറയുക ഒട്ടകം അങ്ങനെ കുലുങ്ങി പോകുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. അങ്ങനെ എന്താ പറയുക കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്താ പറയുക അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ അത് എണീക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ദൈവമേ മൂക്കും മിത്തി താഴെ വീണോ എന്നുള്ള സ്ഥിതിയിലാട്ടോ. അതേപോലെ തന്നെ കേട്ടോ അതിൻ്റെ താഴെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അങ്ങനത്തെ ഒരു ഇറക്കമായിരുന്നു. പിന്നെ ഞാനതിനൊന്ന് തൊട്ടൊക്കെ നോക്കും, അതിൻ്റെ വായൊക്കെ അവർ മൂടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ആർക്കറിയാം, കടിക്കും തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇവിടെ അതുപോലെ ഒരു പക്ഷി ഉണ്ടായിരുന്നു, അതിൻ്റെ തലയെ അവർ മൊത്തത്തിൽ മൂടി വെച്ചിട്ടുണ്ട്. അതെന്താ കാര്യം എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ഇനിയും ടൈമുണ്ട്, കുറച്ച് നേരത്തെ നമ്മൾ എത്തിയത്. അപ്പോൾ നമുക്ക് ഈ മരുഭൂമി കൂടെ നടന്ന് കുറച്ച് വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ, അവനെ ഇവിടേക്ക് ഒന്ന് കണ്ണ് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ചുറ്റുവറ നോക്കി നടക്കുക കേട്ടോ. കുറേ അങ്ങനെ നടന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ക്ഷീണം പിടിച്ചു. അപ്പോൾ ഞാൻ എന്താക്കി അവിടെ കുറച്ച് നേരം കുത്തിയിരുന്നു, കാരണം ഈ മണ്ണിൻ്റെ ഉള്ളിലേക്ക് കാലിങ്ങനെ ഇറങ്ങി പോവുക. ഷൂവിൻ്റെ ഉള്ളിൽ നിറച്ച് മണലാട്ടോ, അത്രയും മണ്ണിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താ പറയുക നടക്കുന്തോറും നമ്മളെ കാലിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് കയറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇന്ന് വിശ്രമിച്ചതാണ് കേട്ടോ. അതിൽ കൂടെ നടന്ന് കളിക്കുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ കണ്ട ഫീലാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ. അങ്ങനെ തിരിച്ച് നമ്മൾ ആ സ്ഥലത്തേക്ക് വന്നു. അപ്പോഴത്തേക്ക് ആൾക്കാർ ഏകദേശം കുറേ കൂടി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറേ ടൈം ആകുമ്പോഴേക്കും ഓരോരുത്തർ വണ്ടി ഇങ്ങനെ വരണമല്ലോ. അങ്ങനെ വന്ന് അത്യാവശ്യം ആൾക്കാരായി തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഇനി അതിൽ കൂടെയൊക്കെ നടന്ന്
പിന്നെ വീഡിയോസൊക്കെ എടുക്കുക, അല്ലൂട്ടി വീഡിയോസ് എടുക്കുക. അപ്പം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ തലയിൽ കെട്ടുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ തലയിലൊന്ന് കെട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും എന്താക്കി അത് കെട്ടിയിട്ട്. അപ്പോൾ അതിന് കെട്ടിയപ്പോൾ 25 ദിർഹംസ് കേട്ടോ പറഞ്ഞത്. ഒരാൾക്ക് തലയിൽ കെട്ടണമെങ്കിൽ 25 ദിർഹംസായി. അപ്പോൾ ഞാനത് തലയിൽ കെട്ടി. അല്ലുവിൻ്റെ തലയിൽ തൊപ്പിയുള്ളതുകൊണ്ട് അവൾ അത് കെട്ടി കൊടുക്കാത്തതിന് എന്നോട് തെറ്റിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ നിനക്ക് അയച്ചു തരാം, ഇപ്പോൾ തൽക്കാലം ഞാൻ കെട്ടാം, എന്നിട്ട് നിനക്ക് ഞാൻ വീട്ടിൽ പോകുമ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. അവൾ കുറച്ച് നേരം എന്നോട് പണങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ സാധനം വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൂട്ടായി. എന്നിട്ട് നമ്മളെന്താക്കി എലിയിലേക്ക് നടന്ന് ഇതാക്കിയിട്ട് കുറച്ച് നേരം പോയിട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇരുന്നു. അതിൻ്റെ ആ വണ്ടീൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല കേട്ടോ. അത് കൂടെ കയറിയാൽ കുറേ അതിൽ മരുഭൂമി ചുറ്റും ഓടിക്കാൻ തോന്നുന്നുണ്ട്. കുറേ പേര് ഓടിക്കുന്നൊക്കെ കണ്ടു. നമുക്കപ്പോൾ എനിക്കത് ഓടിക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞങ്ങളതൊന്നും ഓടിക്കാൻ നിന്നില്ല. അപ്പം നമ്മളെന്താക്കി നമുക്ക് മെല്ലെ സമയമായി തുടങ്ങി. അപ്പോൾ താഴെ പോകാമല്ലോ, നമ്മളെ സീറ്റ് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെയൊക്കെ പോയിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ അങ്ങനെ താഴോട്ട് തന്നെ പോയിട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു മുകളിൽ കുറച്ചുകൂടി പൈസ കൂടുതലാണ് ഇരിക്കണമെങ്കിൽ, താഴെ ഇരുന്നാൽ അത്ര പൈസ കുറവാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്തിന് ഇത്ര അടുത്തുനിന്ന് എല്ലാ പ്രോഗ്രാം കാണാമല്ലോ, വെറുതെ മുകളിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ അത്യാവശ്യം പൈസ കൊടുത്തിട്ടല്ലേ വന്നത്, അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ പില്ലോസാണ്, അത് അവിടെ നിലത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കണം. എന്നിട്ട് ഇങ്ങനെ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുക, അപ്പുറം ഇപ്പുറയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ ചായയൊക്കെ കിട്ടി. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സമൂസയും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചായ കാണിക്കുമ്പോഴേക്കും നമ്മളെ ലൈറ്റ് ഓഫാക്കി നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫയർ ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഫയർ ഡാൻസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ അടിപൊളിയായിരുന്നു. നമുക്കത് നമുക്ക് കുറച്ച് നേരം കണ്ടോക്കാൻ നല്ല രസത്തിൽ കാണുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പരിപാടികളൊക്കെ കാണാൻ. ഇതൊക്കെ പൊളിച്ചു കേട്ടോ, ഈ സംഭവമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് വീഡിയോ ലെങ്ത്തായിട്ട് ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ഓരോ ഭാഗങ്ങളായിടുന്നു. കാരണം കുറേ ഇടുമ്പോൾ ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പേർക്ക് ഇട്ടേട്ടോ. ഫയർ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അടിപൊളിയായിരുന്നു പരിപാടികളൊക്കെ. നമ്മളെ പൈസയൊക്കെ മുതലാവും, കാരണം അത്രയും നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഇനിയുണ്ട് 3-4 പ്രോഗ്രാംസും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബെല്ലി ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ കൊണ്ടു വന്നിട്ടുണ്ട്, നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ ഡാൻസ് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മ്യൂസിക് അതിൽ ഇടുന്നുണ്ട്, അത് കാണാൻ നല്ല രസമാണ്. ആ മ്യൂസിക്കും കേട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അവർ ഒരു പ്രത്യേക ഭംഗിയിലാട്ടോ അവർ ഡാൻസ് ചെയ്യുന്നത്. നമ്മൾ താഴെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, കാരണം എന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവിലാണ് വീഡിയോസ് ഉള്ളത്. എന്നാലും നല്ല ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ.
അപ്പം നന്നായിട്ട് കളിച്ചൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ആദ്യമായിട്ട് ഞാൻ കാണാൻ കേട്ടോ. അത് നല്ലൊരു അടിപൊളി എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഒരു ചെറിയ ബൊഫേ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് നമ്മൾ കഴിക്കാമല്ലോ വേണ്ടി ഞങ്ങൾ വേണ്ട ഫുഡൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഡാൻസാണല്ലോ, എന്തോ തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ഡാൻസ്, അതിനെന്തോ പേരുണ്ട്, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന പ്രോഗ്രാം കേട്ടോ. വെള്ളം വെള്ളം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബെല്ലി ഡാൻസ്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ ഫസ്റ്റത്തെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഫസ്റ്റത്തെ അടിപൊളി ഡാൻസ് ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടോ. നമ്മളെ ടൈമായി തുടങ്ങിയിരുന്നു, വണ്ടി വരാനായിട്ടുള്ള ടൈമായി തുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം എല്ലാ ആൾക്കാരും പോയി, കുറച്ച് ആൾക്കാരായി. അപ്പോൾ ഞങ്ങൾ മെല്ലെ എന്താകെ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഇറങ്ങാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ലാത്ത ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡെസേർട്ട് സഫാരിയിൽ വരുന്ന പ്രോഗ്രാംസ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കുറച്ച് കൂടുതലാണ് പേയ്മെൻറ്റ്. അല്ലാതെ ചൂട് സമയത്തൊക്കെ എല്ലാ സമയത്തും ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ചൂടാവുന്ന ടൈമിന് കുറച്ച് കുറവാണ് തോന്നുന്നുണ്ട്. എന്നാലും ഇത് നല്ല എനിക്കിഷ്ടപ്പെട്ടു. കാരണം പാക്കേജും എല്ലാം ആയിട്ട് നമുക്ക് പൈസയൊക്കെ മുതലാവും. അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ വന്ന് കാത്തിരിക്കുകയാണ് കേട്ടോ വണ്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് നമ്മൾ കയറി നേരെ പോയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.